ഹായ്. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ബിസിനസ്സിലോട്ടും തിരക്കിലോട്ടും ജോലിയിലോട്ടും ഒക്കെ നമ്മൾ വീണ്ടും വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് എടുക്കലും പഴയ സ്റ്റോക്ക് നോക്കലും ഇനി എന്തെല്ലാം ന്യൂ ഡിസൈൻസ് കൊണ്ടുവരേണ്ടതും എല്ലാം നമ്മൾ ഇനി വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും നമുക്ക് അതും അടുത്തതെല്ലാം സെറ്റാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ നൈറ്റി മെറ്റീരിയൽ റീറ്റെയിലും ഹോൾസെയിലും ചെയ്യുന്നുണ്ട്. കൂടാതെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും കഫ്താനും ഒക്കെയാണ് കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണ്ടവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, സ്റ്റിച്ച് ചെയ്തിട്ട് വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഈ ജേർണിയിൽ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് ചെയ്യുന്നത് വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ 5 നൈറ്റി മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ അത് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ഇപ്പോഴും 5 മെറ്റീരിയൽ തന്നെയാണ് ഹോൾസെയിൽ റേറ്റിന് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽ നിങ്ങൾക്ക് 5 എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെന്ന് മാത്രമല്ല, ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിക്ക് പോകുന്നതും കൂടിയാണ്. പകൽ ജോലിക്ക് പോകുന്നുണ്ട്, വൈകുന്നേരം വന്നിട്ടാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം സ്റ്റിച്ചിങ്ങും അതുപോലെ മെറ്റീരിയലിൻ്റെ പാക്കിങ്ങും എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ പകൽ എനിക്ക് ഓർഡർ വരുന്നത് ഞാൻ ഓർഡർ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കറിയാം മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി എടുത്ത് ഞാൻ എൻ്റെ ഫോണിലോട്ട് ഫോട്ടോ എടുത്ത് വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓർഡർ വന്ന് സെയിലായി പോകുന്നത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ പകൽ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജോലിക്ക് വരുവാണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ ശ്രദ്ധയും നമ്മുടെ വർക്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ശ്രദ്ധയും എല്ലാം കൂടെ നമുക്കതിലൂടെ കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനൊക്കെ ലേറ്റായി പോകാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഒരുപാട് ലേറ്റ് ആയല്ലോ റിപ്ലൈ തരാനെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ഓർഡർ തന്നെ നമ്മൾ കൺഫേം ചെയ്യാനായിട്ട് കുറേ സമയമൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. കൂടാതെ നമ്മൾ വീട്ടിൽ ചെന്ന് നമുക്ക് വീട്ടിലെ ജോലികൾ കൂടി ഉണ്ടാവും. പിന്നെ നമുക്ക് കൊച്ചിൻ്റെ പഠിത്തം, ഇപ്പം ഇനി സ്കൂളുകൾ തുറക്കാറായില്ലേ, പിന്നെ അതും കൂടി ഉണ്ടാവും. ഇപ്പോൾ ഈ 2 മാസം നമുക്ക് അവധി ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായതുകൊണ്ട് കൊച്ചിനെ പഠിപ്പിക്കലും വീട്ടിലെ ജോലിയും എല്ലാം ഉണ്ടാവും. കൂടാതെ നമ്മുടെ ഈ ജോലിയും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നമ്മുടെ ഈ ഒരു ഹറിബറി ലൈഫിൽ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നത് വളരെ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെല്ലാം ഒരു നമുക്ക് കിട്ടുന്നത് ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമുക്കതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് കിട്ടുമ്പോഴാണ് നമുക്ക് അത്രയും ദിവസങ്ങളിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, നമ്മുടെ വരുമാനം നമുക്കത് കൂടി വരുന്നു എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു വീട്ടിൽ ഹസ്ബൻഡും വൈഫും കൂടി ജോലിക്ക് പോയാലും തീരാത്ത അത്രയും പ്രാരാബ്ധങ്ങളായിരിക്കും ഓരോ കുടുംബത്തിലും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ട്. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. ഞാനങ്ങനെ ഇല്ലാത്ത ആളല്ല, ഞാൻ അതുപോലെ പ്രാരാബ്ധങ്ങളുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് നമ്മളൊരു ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നമുക്കൊരു വരുമാനം കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ കൊച്ചിനെ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടോ ഒക്കെ ആയിട്ടും നമുക്കതൊരു ഉപകാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന പോലെയുള്ള ജോലികൾ ചെയ്തിട്ട് അവരവന് കഴിയുന്ന പോലെയുള്ള ഒരു വരുമാനം നേടിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മളെക്കൊണ്ട് കഴിയുകയെന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.